ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹൈനാസ് കിച്ചൺ. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 3 ചേരുവകൾ മാത്രം മതിയിട്ട് ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെയധികം ഈസിയാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ അടിച്ചേക്കണേ. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ പുഡിങ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഉള്ളുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കായിട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ പുരട്ടി കൊടുത്താലും മതിയാകും. അപ്പോൾ നന്നായിട്ടൊന്ന് ആ സൈഡിലേക്ക് ഒന്ന് കവറായി വരുന്ന രീതിയിൽ പുരട്ടിയിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റി വയ്ക്കാം. പുഡിങ് തയ്യാറാക്കുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നെക്സ്റ്റ് ഒരു സ്റ്റൗവിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് അലിഞ്ഞ് ഒരു ഷുഗർ സിറപ്പായിട്ട് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിയിച്ചൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വേണം എടുക്കാൻ. ഒരുപാട് ബ്രൗൺ ആക്കരുത്, പഞ്ചസാരയ്ക്ക് കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കവറായി വരുന്ന കണക്ക് വേണം. പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടായിട്ട് ഞാൻ 1.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടായി വന്ന ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കാം. പഞ്ചസാരയ്ക്ക് ഒന്ന് അലിച്ച് നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ ആ നെയ്യും എല്ലാം കൂടി ഒന്ന് മെൽറ്റായി കിട്ടണം പാലിലോട്ട്. പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ടായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം റവയാണ് എടുത്തിട്ടുള്ളത്. അതും കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ റവ എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഈ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികമായിട്ട് കൂട്ടി കൊടുക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് കുറുക്കിയെടുക്കാം. അടുത്തായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. മുട്ടയൊന്ന് പൊട്ടിച്ച ശേഷം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിൽ മാറ്റങ്ങൾ വരുത്താം. ഏലക്ക ഉണ്ടെങ്കിൽ അതായാലും മതി. നമ്മൾ ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഈ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബാറ്ററൊക്കെ ഒന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ആ മുട്ട ഒന്ന് നന്നായിട്ട് മിക്സാക്കി കിട്ടുന്ന രീതിക്ക് ആ എല്ലാം ഒന്ന് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം. ആ മുട്ടയിൽ ഞാൻ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലെ മഞ്ഞക്കരുവും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. അല്ല തനിയായിട്ട് വേർപെട്ട് നിൽക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തട്ടി വയ്ക്കുക. അതായത് അകത്തൊരു ബോൾസോ അല്ലെങ്കിൽ കുമിളുകളൊന്നും വരാത്ത രീതിക്ക് ഒന്ന് തട്ടി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിനെ വേവിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഇഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാവട്ടം വലിപ്പമുള്ള ഏത് പാത്രം വേണമെങ്കിലും അടപ്പുള്ളതുണ്ടെങ്കിൽ മതിയാകും, അതെടുത്താലും മതി. അടുത്തായിട്ട് ഇതിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഒരു പാത്രം ഉള്ളിൽ വെച്ച ശേഷം അതിന് പുറത്തായിട്ടാണ് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അടപ്പ് വെച്ച് അടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് മൂടിക്കൊടുക്കാം. ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ തീ ഇട്ടാൽ മതിയാകും. ഇപ്പോൾ സമയം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന റവ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി നോക്കൂ, വീട്ടിൽ ട്രൈ ചെയ്യൂ, അവർക്ക് ഇഷ്ടപ്പെടും. ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്